ഹായ് ഫ്രണ്ട്സ്, D4 ഡ്രീംസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം നല്ല അടിപൊളി പപ്പീസുകളൊക്കെ നല്ല റേറ്റ് കുറവിനും അതേപോലെ ഫ്രീ അഡോപ്ഷനും ഒക്കെ വന്നിട്ടുണ്ട്. വീഡിയോ എല്ലാവരും തുടക്കം തൊട്ട് അവസാനം വരെ സ്കിപ്പ് ചെയ്യാതെ കാണാൻ ശ്രമിക്കുക. അപ്പോൾ നിങ്ങൾ പെറ്റ്സിന് വാങ്ങാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അപ്പോൾ നമ്മുടെ ചാനലും അതേപോലെ പെറ്റ്സിന് സെയിൽ ചെയ്യുന്ന 2-3 ചാനലിലെ വീഡിയോസൊക്കെ കാണാൻ ശ്രമിക്കുക. കാരണം നമ്മുടെ കയ്യിൽ പറയുന്ന റേറ്റ് ആയിരിക്കില്ല ചിലപ്പോൾ മറ്റു ചാനലുകളിലൊക്കെ പറയുന്നത്. അപ്പോൾ നിങ്ങൾക്ക് 2-3 ദിവസത്തെ വീഡിയോസൊക്കെ ഒരുമിച്ച് കാണാൻ ശ്രമിക്കുക, എന്നിട്ട് പപ്പീനെ എടുക്കാൻ ശ്രമിക്കുക. കാരണം ഈ 10,000 രൂപയുടെ പപ്പീനെ കഴിഞ്ഞ ദിവസം ഒരു വീഡിയോയിൽ കണ്ടത് 13,000 രൂപയാണ് സെയിം പപ്പീസ് തന്നെ അവർ പറഞ്ഞിരിക്കുന്നത്. പേയ്മെന്റ് വാങ്ങിയിട്ട് ചെയ്യണ ഒരു ഇത്തിരി വലിയൊരു യൂട്യൂബ് ചാനലാണ് അത്. അപ്പോൾ അവർ ഈ 10,000 രൂപയുടെ നമ്മുടെ 10,000 രൂപയ്ക്ക് വന്ന പപ്പി 13,000 രൂപയാണ് അവിടെ സെയിൽ ചെയ്യണത്. അപ്പോൾ നിങ്ങൾക്ക് നല്ല റേറ്റ് കുറവിനൊക്കെ നമ്മുടെ പപ്പീസൊക്കെ എടുക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ നമ്മുടെ ചാനലിൽ കാണാവുന്നതാണ്. അതുപോലെ 2-3 ചാനലിലെ വീഡിയോസൊക്കെ കാണുന്നത് നല്ലതായിരിക്കും പെറ്റ്സിന് എടുക്കുന്നവർക്ക് നല്ല റേറ്റ് കുറവിന് എടുക്കാൻ വേണ്ടി. അപ്പോൾ ഇത് വന്നിരിക്കുന്നത് അമേരിക്കൻ പിറ്റ്ബുള്ളിൻ്റെ പപ്പീസുകളാണ് വന്നിരിക്കുന്നത്. അടൂരാണ് ലൊക്കേഷൻ വന്നിരിക്കുന്നത്. ഒരു പപ്പിയുടെ റേറ്റ് 10,000 രൂപയാണ് ഒരെണ്ണത്തിൻ്റെ റേറ്റ് വെച്ചിരുന്നത്. മെയിൽ പപ്പിയുണ്ട്, ഫീമെയിൽ പപ്പിയുണ്ട്. ഓൾ കേരള ട്രാൻസ്പോർട്ടേഷൻ കാര്യങ്ങളൊക്കെ അവൈലബിൾ ആണ്. ബൾക്കായിട്ട് 3 എടുക്കുകയാണെങ്കിൽ 24,000 രൂപയാണ് റേറ്റ്. അപ്പോൾ നമുക്ക് കൊടുങ്ങല്ലൂരിൽ നിന്നാണ് കുറച്ചധികം പപ്പീസുകൾ സെയിലായിട്ട് വന്നിരിക്കുന്നത്. ഷിറ്റ്സുവിൻ്റെ മെയിൽ പപ്പിയാണ് വന്നിരിക്കുന്നത്. വിത്തൗട്ട് KCIയിൽ 10,000 രൂപയാണ് ഒരു പപ്പിയുടെ റേറ്റ് അവർ ചോദിച്ചിരിക്കുന്നത്. ഷിറ്റ്സുവിൻ്റെ പപ്പീസുകൾ വിത്തൗട്ട് KCI. കൊടുങ്ങല്ലൂരാണ് ലൊക്കേഷൻ. അപ്പം നിങ്ങളുടെ പെറ്റ്സുകളൊക്കെ സെയിലുണ്ടെങ്കിൽ നമ്മുടെ വാട്സാപ്പ് നമ്പർ വീഡിയോയുടെ തുടക്കത്തിലും വീഡിയോയുടെ അവസാനം കൊടുത്തിട്ടുണ്ട്. യാതൊരുവിധ ചാർജുകളും വാങ്ങാതെയാണ് നമ്മൾ സെയിൽ പോസ്റ്റ് വീഡിയോസ് ഒക്കെ ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾക്ക് പെറ്റ്സുകൾ അല്ലെങ്കിൽ ആട്, പശു, മുയലുകൾ, നാടൻ കോഴി, അങ്ങനെ ഫാൻസി കോഴികളൊക്കെ സെയിൽ ചെയ്യാനുണ്ടെങ്കിലും നമ്മുടെ വാട്സാപ്പ് നമ്പറിലേക്ക് അയച്ചു തരാവുന്നതാണ്. അടുത്ത് ഡാഷ് ഗണ്ടിൻ്റെ പപ്പീസുകൾ വന്നിരിക്കുന്നത് 3,500 രൂപയാണ് ഇതിൻ്റെ റേറ്റ് വെച്ചിരിക്കുന്നത്. 3 പപ്പീസ് കൊടുക്കാനുണ്ട് ഡാഷ് ഗണ്ട്. ഓൾ കേരള ട്രാൻസ്പോർട്ടേഷൻ കാര്യങ്ങളൊക്കെ അവൈലബിൾ ആണ് ഈ പപ്പീസുകളെല്ലാതും. അമേരിക്കൻ പുള്ളിയുടെ ഒരു മെയിലാണ് വന്നിരിക്കുന്നത്. 3 വയസ്സ് പ്രായമുണ്ട്. കൊടുങ്ങല്ലൂരാണ് ലൊക്കേഷൻ വന്നിരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ റേറ്റ് അവർ ചോദിച്ചിരിക്കുന്നത് വെറും 3,500 രൂപയുള്ളൂ. ഈ അമേരിക്കൻ പുള്ളിയുടെ റേറ്റ് ആയിട്ട് അവർ ചോദിച്ചിരിക്കുന്നത്. അടുത്ത് വന്നിരിക്കുന്നത് ലാബിൻ്റെ നല്ല അടിപൊളി ക്വാളിറ്റി ഉള്ള പപ്പീസ് വിത്ത് KCI സർട്ടിഫൈഡ് പപ്പീസാണ് വന്നിരിക്കുന്നത്. ഒരു പപ്പിയുടെ റേറ്റ് 12,000 രൂപയാണ് ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ ലാബിൻ്റെ പപ്പീസൊക്കെ വിത്ത് KCI സർട്ടിഫിക്കറ്റ് അടക്കം എടുക്കാൻ താല്പര്യമുള്ളവർക്ക് അവരായിട്ട് കോണ്ടാക്ട് ചെയ്യാവുന്നതാണ്. ജർമ്മൻ ഷെപ്പേർഡിൻ്റെ ഒരു മെയിൽ പപ്പിയാണ് വന്നിരിക്കുന്നത്. 3 മാസം പ്രായമുണ്ട്. പാലക്കാട് ജില്ലയിൽ പട്ടാമ്പിയാണ് ലൊക്കേഷൻ വന്നിരിക്കുന്നത്. ഇതിൻ്റെ റേറ്റ് അവർ ചോദിച്ചിരിക്കുന്നത് 13,500 റേറ്റ് ആയിട്ട് ചോദിച്ചിരിക്കുന്നത്. ഓൾ കേരള ട്രാൻസ്പോർട്ടേഷൻ കാര്യങ്ങളൊക്കെ അവൈലബിൾ ആയിരിക്കും. ബ്രീഡേഴ്സിൻ്റെയൊക്കെ നമ്പർ യൂട്യൂബിൽ വീഡിയോയ്ക്ക് തൊട്ട് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നമ്മൾ സീരിയൽ നമ്പർ അടിസ്ഥാനത്തിൽ കൊടുത്തിട്ടുണ്ട്. ഡാഷ് ഗണ്ടിൻ്റെ ഒരു ക്രോസ് ആയിട്ടുള്ള പപ്പീസാണ് വന്നിരിക്കുന്നത്. പത്തനംതിട്ടയാണ് ലൊക്കേഷൻ വന്നിരിക്കുന്നത്. മെയിൽ പപ്പീസ് ഉണ്ട്, ഫീമെയിൽ പപ്പീസ് ഉണ്ട്. മദർ ഡോഗ് വന്നിരിക്കുന്നത് ഡാഷും അതുപോലെ ക്രോസ് പപ്പീസാണ് വന്നിരിക്കുന്നത്. ഒരു പപ്പിയുടെ റേറ്റ് ചോദിച്ചിരിക്കുന്നത് 700 രൂപയാണ് ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ ക്രോസ് ബ്രീഡ് പപ്പീസിനൊക്കെ എടുക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ അവരായിട്ട് കോൺടാക്ട് ചെയ്യുക. പത്തനംതിട്ടയാണ് ലൊക്കേഷൻ. ട്രാൻസ്പോർട്ടേഷൻ കാര്യങ്ങൾ ഡയറക്റ്റ് ബ്രീഡറായിട്ട് തന്നെ കോൺടാക്ട് ചെയ്യാവുന്നതാണ്. തിരുവനന്തപുരമാണ് ലൊക്കേഷൻ വന്നിരിക്കുന്നത്.
ഷിറ്റ്സുവിന്റെ ഫീമെയിൽ പപ്പിയാണ് വന്നിരിക്കുന്നത്. അപ്പൊ ആകൊരു ഷിറ്റ്സുവിന്റെ ഫീമെയിൽ പപ്പി മാത്രമാണ് ഇവിടെ കൊടുക്കാനുള്ളത്. ഇതിന്റെ റേറ്റ് അവർ ചോദിച്ചിരിക്കുന്നത് 9500 രൂപയാണ്. അപ്പോൾ ഷിറ്റ്സുവിന്റെ ഫീമെയിൽ പപ്പിനെ എടുക്കാൻ താല്പര്യമുള്ളവർ അവരായിട്ട് കോണ്ടാക്ട് ചെയ്യാവുന്നതാണ്. 9500 രൂപയാണ് റേറ്റ് അവർ ചോദിച്ചിട്ടുള്ളത്. അപ്പോൾ അത്യാവശ്യം നല്ല റേറ്റ് കുറവിനാണ് ഷിറ്റ്സുവിന്റെ ഫീമെയിൽ പപ്പി നമുക്ക് സെയിലായിട്ട് വന്നിരിക്കുന്നത്. ഓൾ കേരള ട്രാൻസ്പോർട്ടേഷൻ കാര്യങ്ങളൊക്കെ അവൈലബിൾ ആയിരിക്കും. അടുത്ത നമുക്ക് തിരുവനന്തപുരം തന്നെയാണ് അടുത്തൊരു ബ്രീഡറാണ് വന്നിരിക്കുന്നത്. അപ്പൊ നിങ്ങൾ സീരിയൽ നമ്പർ നോക്കിയിട്ട് ബ്രീഡേഴ്സിന്റെ നമ്പർ എടുക്കാൻ ശ്രമിക്കുക. നല്ല അടിപൊളി ബീഗിളിന്റെ പപ്പീസുകളാണ് വന്നിരിക്കുന്നത്. 11,000 രൂപയാണ് ഒരു പപ്പിയുടെ റേറ്റ് ആയിട്ട് അവർ ചോദിച്ചിരിക്കുന്നത്. ഓൾ കേരള ട്രാൻസ്പോർട്ടേഷൻ കാര്യങ്ങളൊക്കെ അവൈലബിൾ ആണ്. അപ്പൊ നമുക്ക് ഈ ബ്രീഡറിൽ നിന്ന് 2 തരം പപ്പീസ് വന്നിട്ടുണ്ട്. ബീഗിളും അതേപോലെ പോമറേനിയൻ സ്പിറ്റ്സിന്റെ പപ്പീസും വന്നിട്ടുണ്ട്. സെയിം ലൊക്കേഷൻ തന്നെയാണ്, സെയിം ബ്രീഡറാണ് വന്നിരിക്കുന്നത്, പോമറേനിയനും ബീഗിളും. അപ്പോൾ പോമറേനിയന്റെ പപ്പിയുടെ റേറ്റ് അവർ ചോദിച്ചിരിക്കുന്നത് 3500 രൂപയാണ് ഒരു പപ്പിയുടെ റേറ്റ് വരുന്നത്. രാജപാളയത്തിന്റെ ഫീമെയിൽ പപ്പീസാണ് നമുക്ക് സെയിലായിട്ട് വന്നിരിക്കുന്നത്. തൃശ്ശൂരാണ് ലൊക്കേഷൻ വന്നിട്ടുള്ളത്. ഫീമെയിൽ പപ്പീസ് മാത്രമാണ് കൊടുക്കാനുള്ളത്. ഒരു പപ്പിയുടെ റേറ്റ് 10,000 രൂപയാണ് രാജപാളയത്തിന്റെ ഒരു പപ്പിയുടെ റേറ്റ് അവർ ചോദിച്ചിരിക്കുന്നത്. ഓൾ കേരള ട്രാൻസ്പോർട്ടേഷൻ കാര്യങ്ങളൊക്കെ അവൈലബിൾ ആണ്. ബ്രീഡേഴ്സിന്റെ നമ്പറിൽ നിങ്ങൾ വിളിച്ചിട്ട് കിട്ടില്ലെങ്കിൽ വാട്സപ്പിൽ കോൺടാക്ട് ചെയ്യാൻ ശ്രമിക്കുക. ചില നമ്പറുകളൊക്കെ വാട്സപ്പ് ഓൺലിയാണ് തന്നിരിക്കുന്നത്. അടുത്ത് നമുക്ക് വന്നിരിക്കുന്നത് മലപ്പുറം ജില്ലയിൽ തിരൂരാണ് ലൊക്കേഷൻ വന്നിരിക്കുന്നത്. ഫീമെയിൽ പപ്പീസാണ് വന്നിരിക്കുന്നത്. നാടൻ പപ്പീസ് ഓർ ക്രോസ് പപ്പീസാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഇത് ഫീമെയിലുകൾ മാത്രമേ ഉള്ളൂ, 4 എണ്ണം. അഡോപ്ഷനാണ് വന്നിരിക്കുന്നത്. അപ്പോൾ ഈ 4 ഫീമെയിൽ പപ്പീസിനെ എടുത്ത് വളർത്താൻ താല്പര്യമുള്ളവർക്ക് അവരായിട്ട് കോണ്ടാക്ട് ചെയ്യാവുന്നതാണ്. നാടൻ പപ്പീസ് ആണെന്നാണ് തോന്നുന്നത്. അപ്പോൾ മലപ്പുറം ജില്ലയിൽ തിരൂരാണ് ലൊക്കേഷൻ. അപ്പോൾ ഇതേപോലെ ഫ്രീ അഡോപ്ഷനും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമ്മുടെ വാട്സാപ്പ് നമ്പറിലേക്ക് വീഡിയോസും കാര്യങ്ങളൊക്കെ അയച്ചു തരാവുന്നതാണ്. അപ്പോൾ ഈ 4 നാടൻ പപ്പീസിനെ എടുത്ത് വളർത്താൻ താല്പര്യമുള്ളവർക്ക് അവരായിട്ട് കോണ്ടാക്ട് ചെയ്യാവുന്നതാണ്. ഫ്രീ അഡോപ്ഷൻ. അടുത്ത് നമുക്ക് സെയിലായിട്ട് വന്നിരിക്കുന്നത് പ്രാവുകളാണ് വന്നിരിക്കുന്നത്. 3 പെയർ സാറ്റീനാണ് വന്നിരിക്കുന്നത്. അപ്പോൾ 3 പെയറുണ്ട്. മലപ്പുറം ജില്ലയിൽ തിരൂരാണ് ലൊക്കേഷൻ വന്നിരിക്കുന്നത്. ഓൾ കേരള ട്രാൻസ്പോർട്ടേഷൻ കാര്യങ്ങളൊക്കെ അവൈലബിൾ ആണ്. അപ്പോൾ നല്ല അടിപൊളി കളേഴ്സിലുള്ള പെയറുകളാണ് വന്നിരിക്കുന്നത് സാറ്റിന്റെ. അപ്പോൾ ഒരു പെയറിന്റെ റേറ്റ് അവർ ചോദിച്ചിരിക്കുന്നത് 900 രൂപയാണ് ഒരു പെയറിന്റെ റേറ്റ് വരുന്നുള്ളൂ. അപ്പോൾ നല്ല അടിപൊളി കളേഴ്സിലുള്ള പെയറുകളാണ് വന്നിരിക്കുന്നത്. ആൽമണ്ട് കളർ ഉണ്ട്, അതുപോലെ ബ്ലാക്ക് ഉണ്ട്, സാറ്റിൻ. 3 പെയർ. നാടൻ കോഴികളാണ് നമുക്ക് സെയിലായിട്ട് വന്നിരിക്കുന്നത്. അപ്പോൾ ഇതിന്റെ ലൊക്കേഷൻ കാസർഗോഡാണ് വന്നിരിക്കുന്നത്. അഡൽട്ടാണ് വന്നിരിക്കുന്നത്. പൂവൻ കോഴികളുണ്ട്, അതുപോലെ പെടക്കോഴികളുണ്ട്. പൂവൻ കോഴിക്ക് ഒരെണ്ണത്തിന് 500 രൂപയും പെടക്കോഴിക്ക് ഒരെണ്ണത്തിന് 400 രൂപയാണ് ചോദിച്ചിരിക്കുന്നത്. ട്രാൻസ്പോർട്ടേഷൻ കാര്യങ്ങളൊക്കെ അവൈലബിൾ ആയിരിക്കും. നാടൻ കോഴികളാണ് വന്നിരിക്കുന്നത്. ആലപ്പുഴയാണ് ലൊക്കേഷൻ വന്നിരിക്കുന്നത്. മൈക്രോ സ്കൊറൽസാണ് സെയിലായിട്ട് വന്നിരിക്കുന്നത്. അപ്പോൾ ഇതിന് ഒരു പെയറിന്റെ റേറ്റ് 3700 രൂപയാണ് ഒരു പെയറിന്റെ റേറ്റ് ചോദിച്ചിട്ടുള്ളത്. ബൾക്ക് സെയിലൊക്കെ അവൈലബിൾ ആണ്. ഒരുപാട് ഇവിടെ സെയിലായിട്ടുണ്ട്. ഓൾ കേരള ട്രാൻസ്പോർട്ടേഷൻ കാര്യങ്ങളൊക്കെ അവൈലബിൾ ആണ്. കോക്ടെയിൽസ് ആണ് നമുക്ക് സെയിലായിട്ട് വന്നിരിക്കുന്നത്. മലപ്പുറമാണ് ലൊക്കേഷൻ വന്നിരിക്കുന്നത്. ഒരെണ്ണം ആൽബിനോയും ഒരെണ്ണം വന്നിരിക്കുന്നത് വൈറ്റ് ഫേസ് ആണ് വന്നിരിക്കുന്നത്. അപ്പൊ ഈ പെയറിന്റെ റേറ്റ് അവർ ചോദിച്ചിരിക്കുന്നത് 3500 രൂപയാണ് കോക്ടെയിലിന്റെ പെയറിന്റെ റേറ്റ് ചോദിച്ചിരിക്കുന്നത്. ഓൾ കേരള ട്രാൻസ്പോർട്ടേഷൻ കാര്യങ്ങളൊക്കെ അവൈലബിൾ ആണ്.
അടുത്ത് വന്നിരിക്കുന്നത് എറണാകുളമാണ് ലൊക്കേഷൻ വന്നിരിക്കുന്നത്. നാടൻ കോഴി കുഞ്ഞുങ്ങളാണ് സെയിലായിട്ട് വന്നിരിക്കുന്നത്. 1 മാസം പ്രായമാണ്. ഒരെണ്ണത്തിന്റെ റേറ്റ് അവർ ചോദിച്ചിരിക്കുന്നത് 100 രൂപയാണ്. ഓൾ കേരള ട്രാൻസ്പോർട്ടേഷൻ കാര്യങ്ങളൊക്കെ അവൈലബിൾ ആണ്. അപ്പൊ നാടൻ കോഴിയുടെ കുഞ്ഞുങ്ങൾ. അപ്പൊ ഇതേപോലെ നിങ്ങളിൽ കോഴി, മറ്റേ ആട്, പശു അങ്ങനെ സാധനങ്ങളൊക്കെ സെയിലുണ്ടെങ്കിലും നമ്മുടെ നമ്പറേക്ക് വീഡിയോസും കാര്യങ്ങളൊക്കെ അയച്ചു തരാവുന്നതാണ്. കോട്ടയം ജില്ലയിൽ ചങ്ങനാശ്ശേരിയാണ് ലൊക്കേഷൻ വന്നിരിക്കുന്നത്. ഫൗൺ കളർ ചെറിയ ഫിഞ്ചാണ് സെയിലായിട്ട് വന്നിരിക്കുന്നത്. 12 മാസം ഉണ്ട്. അഡൽട്ട് പെയറാണ് വന്നിരിക്കുന്നത്. അപ്പൊ ഈ പെയറിന്റെ റേറ്റ് 3500 രൂപയാണ് ഫിഞ്ചസിന്റെ റേറ്റ് വന്നിരിക്കുന്നത്. ഫൗൺ കളർ ചെറി ഫിഞ്ചൻ എന്നാണ് ബ്രീഡിംഗ് പെയർ. 3500 രൂപ. ആഫ്രിക്കൻ ലവ് ബേർഡുകളാണ് നമുക്ക് ഇനി അങ്ങോട്ട് സെയിലിനായിട്ട് വന്നിരിക്കുന്നത്. തിരുവനന്തപുരമാണ് ലൊക്കേഷൻ വന്നിരിക്കുന്നത്. എല്ലാതും വന്നിരിക്കുന്നത് 3 മാസമാണ് പ്രായം വന്നിരിക്കുന്നത്. ആദ്യത്തെ പെയർ വന്നിരിക്കുന്നത് റെഡ് ഹുഡ് ലുട്ടിനോ, റെഡ് ഹുഡ് ഒപ്പലൈനും, അതേപോലെ ലുട്ടിനോ പീച്ചാണ് വന്നിരിക്കുന്നത്. അല്ല, ഓറഞ്ച് ഒപ്പലൈനാണ് വന്നിരിക്കുന്നത്. ഈ പെയറിന് പീസ് റേറ്റ് ആണ് 600 രൂപയാണ് ചോദിച്ചിരിക്കുന്നത്. ഏതെടുത്താലും പീസ് റേറ്റ് 600 രൂപ. 3 മാസം പ്രായം. DNA ഇല്ല ഒറ്റെണ്ണത്തിനും. തിരുവനന്തപുരമാണ് ലൊക്കേഷൻ വന്നിരിക്കുന്നത്. അതുപോലെ ബ്ലൂ പീച്ചും അതുപോലെ ഗ്രീൻ പെയ്ഡാണ് വന്നിരിക്കുന്നത്. 3 മാസം തന്നെ പ്രായം. പീസ് റേറ്റ് 600 രൂപ. അപ്പൊ ഇവിടുന്ന് തിരുവനന്തപുരത്ത് നിന്ന് വന്നിരിക്കുന്ന എല്ലാ ബേഡുകളും പീസ് റേറ്റ് 600 രൂപ വന്നിരിക്കുന്നത്. എല്ലാതും 3 മാസമാണ് പ്രായം വന്നിരിക്കുന്നത് ആഫ്രിക്കൻ ലവ് ബേഡുകൾ. അടുത്ത് വന്നിരിക്കുന്നത് ലുട്ടിനോ ഓറഞ്ച് ഒപ്പലൈൻ്റെ ഒരു പെയറാണ് വന്നിരിക്കുന്നത്. അപ്പൊ നിങ്ങളുടെ നല്ല അടിപൊളി പെറ്റ്സുകളൊക്കെ സെയിൽ ഉണ്ടെങ്കിൽ നമ്മുടെ വാട്സാപ്പ് നമ്പറിലേക്ക് വീഡിയോസും കാര്യങ്ങളൊക്കെ അയച്ചു തരാവുന്നതാണ്. അതേപോലെ തന്നെ നമ്മുടെ വീഡിയോസ് നിങ്ങളുടെ ഫ്രണ്ട്സിനും അതേപോലെ തന്നെ പെറ്റ്സായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ഫാമിലി മെമ്പേഴ്സിനൊക്കെ മാക്സിമം ഷെയർ ചെയ്ത് കൊടുക്കുക. അവർക്ക് ഒരുപാട് ഉപകരിക്കുന്നതായിരിക്കും അവരുടെ പെറ്റ്സുകളൊക്കെ സെയിൽ ചെയ്യാനായിട്ട് നമ്മുടെ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഈ നമ്പറിലേക്കാണ് വീഡിയോസും കാര്യങ്ങളൊക്കെ അയച്ചു തരുന്നത്. താങ്ക്സ് ഫോർ വാച്ചിങ്.